അന്വേഷണം നേരത്തെ നമ്മൾ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ SI ആയിരുന്നു, അത്തോളി SI ആണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് DYSP നേരിട്ട് അന്വേഷണ ചുമതല ഏറ്റെടുത്തു എന്നും ഒക്കെയാണ്. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ സമരവും കാര്യങ്ങളും അശ്വതിയും കുഞ്ഞും മരണപ്പെട്ടതിന് ശേഷം അടുത്ത ദിവസം തന്നെ നമ്മൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു, ഒരു പ്രക്ഷോഭ പരിപാടി നടത്തി. പിന്നെ അതിന് ശേഷം ആണ് നമ്മൾ ഓരോ മീറ്റിങ്ങുകൾ ആക്ഷൻ കമ്മിറ്റീൻ്റെ രീതിയിൽ ഇതിൽ പഞ്ചായത്തിൽ ഉണ്ണികുളം പഞ്ചായത്തിലാണ് ഈ അശ്വതിയുടെ വീട്. അവിടെ പഞ്ചായത്തിൽ നിന്ന് മീറ്റിംഗ് കൂടുകളും അതിനനുസരിച്ചുള്ള പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 6ാമത്തെ ദിവസമാണ് നമ്മൾ റിലേ സമരം എന്നുള്ള രീതിയിലേക്ക് ഇവിടെ. സമരത്തിൽ നമുക്ക് ഇതുവരെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യമായിട്ടൊന്നും നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അറിയാൻ കഴിയുന്നില്ല. അന്വേഷണം ഇതുവരെ എന്ത് നടക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന നമുക്ക് കിട്ടുന്നില്ല. ഒന്ന്. രണ്ടാമത്തത് ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഏർപ്പെടുത്തുന്നില്ല. കാരണം ഇവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ജാസ്മിൻ ഡോക്ടർ ആയിരുന്നെങ്കിലും അവർക്കെതിരെ എന്ത് നടപടി എടുത്തുവെന്നും 9 മാസം ഈ അശ്വതിനെ ചികിത്സിച്ചിരുന്ന പ്രജിഷ ഡോക്ടർ, അവർക്കാണ് ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. അവരിപ്പോഴും നിലവിൽ ഇവിടെ ഡോക്ടറായിട്ട് ഉണ്ട് OPയിൽ. അപ്പോൾ അവർ ആ ഉത്തരവാദിത്വം കാണിക്കാത്ത ഇതിൽ ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ എന്ത് നടപടി എടുത്തുവെന്നും ഒന്നും നമ്മളത് ഉന്നയിച്ചിരുന്നെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും ഒരു മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നൊന്നും ഒരു റിപ്പോർട്ടായിട്ടോ നമുക്ക് തന്നിട്ടില്ല. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. DYSPനെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു, ആക്ഷൻ കമ്മിറ്റി എന്നുള്ള രീതിയിൽ. പോയി കണ്ട സമയത്ത് അന്നാണ് ഞങ്ങളോട് പറയുന്നത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ DMO തലത്തിലുള്ള ആളുകളെ വെച്ചിട്ട് അന്വേഷണം ആരംഭിക്കുന്നുള്ളൂ. അതിനുശേഷം വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നീട് പറഞ്ഞ രീതിയിൽ ഒന്നും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഈ സമരം തുടങ്ങി 6 ദിവസമായി. 6 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ആരും അന്വേഷിക്കുകയോ എന്താണെന്നുള്ള ഒരു കാര്യങ്ങൾ പറയുകയൊന്നും ചെയ്തിട്ടില്ല. സംശയിക്കുന്നത് നമ്മൾ നേരത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 7-ാം തീയതി ശനിയാഴ്ചയാണ് ഇവിടെ കാണിക്കാൻ വരുന്നത്. കാണിക്കാൻ വന്ന അന്ന് അഡ്മിറ്റ് ആക്കുകയാണ് ഉണ്ടായത്. പ്രജിഷ ഡോക്ടറാണ് ഇവരെ അതുവരെ നോക്കിയത്. ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഇവിടെ അഡ്മിറ്റാക്കി ഞായറും തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ച നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ചൊവ്വാഴ്ച വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തു. ഇന്നുകൂടെ നോക്കിയിട്ട് സിസേറിയൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കുടുംബം അത് അംഗീകരിച്ചു. അത് കഴിഞ്ഞ് ബുധനാഴ്ച വീണ്ടും, ചൊവ്വാഴ്ച ഒന്നും വേദന ഒന്നും വന്നിട്ടില്ല. ബുധനാഴ്ച വീണ്ടും മരുന്ന് കുറച്ച് ഡോസ് കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച പൊലച്ച് ഡോസ് കൂട്ടി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പെയിൻ വന്നു. അന്ന് വൈകുന്നേരവും പെയിൻ അധികം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ പെയിൻ വന്നു. പിന്നെ ഈ കുട്ടിക്ക് പ്രസവിച്ചതിന് ശേഷമാണ് നമുക്ക് അറിഞ്ഞത് കുട്ടിക്ക് നല്ല തൂക്കവും കാര്യങ്ങളും അത് അവർക്കറിയാം, സ്കാനിങ്ങിലും കാര്യങ്ങളും അറിയാം. അതുവരെ പുലച്ചവരെ നമ്മളോട് കുടുംബത്തോട് പറയുന്നത് നല്ല രീതിയിൽ വരുന്നുണ്ട്. വ്യാഴാഴ്ച പുലച്ചവരെ 4 മണി വരെയൊക്കെ പറയുന്നത് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒരൊറ്റ വരെയാണ്, അരമണിക്കൂർ കൊണ്ടാണ് ഇതൊക്കെ ചിത്രം മാറുന്നത്, കുഞ്ഞ് മരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് അതിൻ്റെ തലേന്ന് പ്രജിഷ ഡോക്ടർ പറഞ്ഞത് നമുക്ക് 10 മണിയോടുകൂടി സിസേറിയൻ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സിസേറിയൻ അന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അത് കഴിഞ്ഞ് കുട്ടി മരണപ്പെട്ടു. ഓക്കെ, ഞങ്ങൾ കുടുംബത്തുമായിട്ടൊക്കെ അവർ സംസാരിച്ചിട്ട് ഒപ്പ് വാങ്ങിപ്പോയി. ഈ അമ്മയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ പറഞ്ഞ് ധരിപ്പിച്ച് ഈ യൂട്രസ് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവരെയും തിരിച്ചു കിട്ടൂല എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർജറി നടക്കുന്നത്. 8 മണിക്കൂറോളം സർജറി നടന്നെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുപാട് ആളുകൾ അവരോട് സംസാരിച്ചതിൻ്റെ ഇതിൽ പിന്നെ ഒരുപാട് ഡോക്ടർമാർ ആ സമയത്ത് വന്നിട്ടുണ്ട്. അതുവരെ ഇല്ലാത്ത ഒരുപാട് ഡോക്ടർമാർ. ഒരു പ്രശ്നമില്ല, ഒരു 24 hours നിരീക്ഷണത്തിൽ നിർത്തിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ബ്ലീഡിങ് കാര്യങ്ങളായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബ്ലീഡിങ് ഒക്കെ നേരെയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയോട് കൂടിയാണ് അതിൻ്റെ തലേന്ന് രാത്രി, വ്യാഴാഴ്ച രാത്രി ഞങ്ങൾ ഇവരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അശ്വതിയെ. അപ്പോൾ ആ സമയത്ത് കൃത്രിമ ശ്വാസം കൊടുത്തിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഞങ്ങൾക്ക് കുട്ടി മരണപ്പെട്ടു.
അന്ന് തന്നെ യൂട്രസ് റിമൂവ് ചെയ്തു. ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. 4 മണിക്കൂർ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി നടത്തി. അതിനുശേഷം ബ്ലീഡിങ് നിർത്താനുള്ള സർജറി നടത്തി. അന്നാണ് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഇവർ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ മാറ്റിക്കോളാമെന്ന് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലേക്ക്. അത് പ്രശ്നമില്ല, ഇവിടുന്ന് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് കുടുംബത്തിനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങളൊക്കെ സൈൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് വേറെ ഒന്നിനല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളന്ന് ആ സമയത്ത് വിചാരിക്കുന്നത് ജസ്റ്റ് ഇതൊക്കെ ഓക്കെ ആണെന്നുള്ള രീതിയിലാണെന്ന് ആ സൈൻ ചെയ്ത് വാങ്ങി. അതിന് ശേഷമാണ് ഇതിൻ്റെ ഓണറായിട്ടുള്ള അനിൽകുമാറിൻ്റെ ഭാര്യ സുധ എന്ന് പറഞ്ഞ മാഡം വന്നിട്ട് അവിടെ കാണാൻ വന്നത്. ആ സമയത്ത് അവർക്ക് കുടുംബത്തെയും കൂടെ കൂട്ടിയിട്ട് അവരെ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതല്ല ഉണ്ടായത്. ഞങ്ങളൊക്കെ പുറത്താക്കി, അവർ പോയി കണ്ടു. അതിനുശേഷം പിറ്റേന്ന് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് ഇവർ ഓൾറെഡി മൈത്രയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ എക്മോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 മണിയോടൊക്കെ ആയിരിക്കും ഞങ്ങൾ ചർച്ചയൊക്കെ നടത്തി. ഇവിടെ ഇവർ രാവിലെ കുടുംബത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ 10 ലക്ഷത്തോളം ചിലവാകും. അതിൽ കുറച്ച് പൈസ ഞങ്ങളവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 10 ലക്ഷം കാണാനുള്ള ഒരു വകുപ്പ് നിങ്ങൾ നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് കുടുംബത്തോടൊക്കെ സംസാരിച്ച് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടുള്ള ആളുകളും ആക്ഷൻ കമ്മിറ്റിൻ്റെ ആളുകളും ഒക്കെ നേരിട്ട് അവിടെ പോയി ഡോക്ടർമാരൊക്കെ നിരന്നിരിക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ച് പൈസ എടുക്കാൻ പറ്റാത്ത കുടുംബമാണ്, അത്രയും ദയനീയ അവസ്ഥയാണ് ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നും മിണ്ടുന്നില്ല. അവരെന്തോ ഒന്ന് ഉറപ്പിച്ച് വെച്ചതിൻ്റെ ഇതുപോലെയാണ് നമുക്ക് മനസ്സിലായത്. മൈത്രയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതെ, അശ്വതി മരണപ്പെട്ട സമയത്ത് അന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് മൈത്രയിൽ നിന്ന് വന്ന ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അവിടെ എത്തുമെന്ന് ഉറപ്പില്ല. ഇവരമ്മേൻ്റെ അനിയത്തിനോടാണ് പറയുന്നത്, ഞങ്ങളോടല്ല. ഉറപ്പില്ല, ചിലപ്പം പോകുന്ന വഴി തന്നെ മരണപ്പെട്ടേക്കാം, അത്രയും കണ്ടീഷൻ മോശമാണ്. അവിടെ എത്തി ഡോക്ടറോട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ഡോക്ടർ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഡാമേജ് ആയിട്ടുണ്ട്, മൊത്തം 7 ലിറ്ററോളം അങ്ങനെ എന്തോ കണക്ക് പറഞ്ഞു രക്തം കയറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ അവയവങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മാക്സിമം നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് 3ാമത്തെ തവണ ഞങ്ങളോട് പറയുന്ന സമയത്ത് അറ്റാക്കായി മരിച്ചു എന്നാണ് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ്.